ഹായ് എവരിവൺ, ഞാൻ അലൻ. ഐപ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിവിടെ ആവറേജസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. മാത്തമാറ്റിക്കൽ റീസണിങ്ങിൽ നെറ്റ് പരീക്ഷയിലും അതുപോലെ സെറ്റിലും ഒക്കെ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻ ആണ്. ആവറേജ് എന്നുള്ള ഐഡിയ എന്താ? നമ്മൾ ചെറിയ ക്ലാസ്സുകൾ തൊട്ടേ പഠിക്കുന്നത് അല്ലേ? ശരാശരി എന്നൊക്കെ പറയാം. ചിലപ്പോൾ ആവറേജിന് ഒരു മീൻ എന്നുള്ളൊരു വേർഡും ക്വസ്റ്റ്യൻസിൽ ഉപയോഗിച്ച് കാണാറുണ്ട്. ഇവിടെ ആവറേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്താ ആവറേജ്. 2-3 നമ്പറുകൾ ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ ഈ 3 നമ്പറുകളുടെ ആവറേജ് എടുക്കാൻ നമുക്കതിനെ 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം, 4 നമ്പറുകളാണെങ്കിൽ അതെല്ലാം കൂടി കൂട്ടുക, 4 വെച്ച് ഡിവൈഡ് ചെയ്യുക. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? 5 നമ്പറുകൾ ഉണ്ടല്ലേ? അപ്പോ ഞാനിപ്പം എക്സ് വൈ, പിന്നെ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? സം ഓഫ് 3 നമ്പേഴ്സ്, 3 നമ്പറുകളുടെ ആവറേജ് 32 ആണ്. അപ്പൊ ഞാനിവിടെ എ പ്ലസ് ബി പ്ലസ് സി എന്നുള്ള 3 നമ്പറുകൾ കൂടി എടുത്തിരുന്നെങ്കിൽ പോലും ഇതിന്റെ സമ്മ് എത്രയാണെന്നാ പറഞ്ഞിരിക്കുന്നത്? എനിക്ക് ഇതിന് പകരം 32 എന്ന് എഴുതാം. പിന്നെന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 5. ഇത് എത്രയാണെന്നാ പറഞ്ഞിരിക്കുന്നത്? ആവറേജ് 20 ആണെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇത്രയും നിങ്ങൾക്ക് എഴുതാൻ പറ്റിയാൽ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മുടെ ചോദ്യത്തിന് എങ്ങനെ മാത്തമാറ്റിക്കൽ ഫോമിൽ എഴുതാൻ പറ്റും എന്നറിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും സോൾവ് ചെയ്യാൻ പാകത്തിനുള്ള ഡിഫിക്കൽട്ടി ഉള്ള കണക്കേ ഉള്ളൂ നെറ്റ് പരീക്ഷയിൽ. ഇതെങ്ങനെ ചെയ്യും എന്നറിയുന്നതാണ് ഇമ്പോർട്ടൻ്റ്. അതിന് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. PG വരെ പഠിച്ച ഈ പരീക്ഷകളൊക്കെ എന്തായാലും ഒരു 55% കൂടുതൽ മാർക്ക് വാങ്ങി വിജയിച്ച ഒരാളാണ് നിങ്ങൾ. നിങ്ങൾക്ക് ഈ 8ാം ക്ലാസ് നിലവാരമുള്ള കൂട്ടലും കുറയ്ക്കലും ഗുണിക്കലും ഹരിക്കലും ഒക്കെ ഈസി ആയിട്ട് ചെയ്യാം. പ്രാക്ടീസ് മാത്രം മതി. അതിന് നമ്മുടെ AIMJRF ടെസ്റ്റ് സീരീസും DI മാസ്റ്റർ ക്ലാസ്സും ഒക്കെ 1000 രൂപയിൽ താഴെ മാത്രമേ ഫീസ് ഉള്ളൂ. ഉപയോഗിച്ച് നിങ്ങൾക്ക് വളരെ അനായാസമായിട്ട് പഠിക്കാനും പറ്റും. അപ്പൊ ഇവിടെ നോക്കിയേ, ഇത് 32 ആണെങ്കിൽ ഇനി എങ്ങനെ ചെയ്യും? നമുക്കറിയാം, സമചിഹ്നത്തിന് ഈ സൈഡിൽ ഡിവൈഡഡ് ബൈ ആണെങ്കിൽ ഇവിടെ ആവുമ്പോൾ മൾട്ടിപ്ലൈഡ് ബൈ 5 ആവും. അപ്പോ എക്സ് പ്ലസ് വൈ പ്ലസ് 32, ABCക്ക് പകരം ഞാൻ 32 എന്ന് എഴുതുകയാണ്. 20 × 5 100 നമുക്ക് കിട്ടും. 20 × 5 20 × 5 ചെയ്ത് നമുക്ക് ഡയറക്റ്റ് ആൻസറിൽ എത്താം അല്ലേ? 2 × 5 10 ആണ്. ഒരു 0 കൂടി ഇട്ട് കൊടുക്കുക. അപ്പൊ എക്സ് പ്ലസ് വൈ എന്താവും? ഈ 32 ഇവിടെ പ്ലസ് 32 ആണ്. അത് ഇവിടെ വരുമ്പോൾ മൈനസ് 32 ആവും. 100ൽ നിന്ന് 32 കുറച്ചാൽ 68. ഇതിന്റെ ആവറേജ് ആ ചോദിച്ചിരിക്കുന്നത് അല്ലേ? ആവറേജ് ഓഫ് 2 നമ്പേഴ്സ്. 2 നമ്പേഴ്സിന്റെ ആവറേജ് കിട്ടാൻ എന്ത് ചെയ്യണം? അത് ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. അപ്പൊ ഇവിടെ എന്ത് വേണം? ഡിവൈഡഡ് ബൈ 2 വേണം. സമചിഹ്നത്തിന്റെ ഒരു സൈഡിൽ നമ്മൾ എന്തെങ്കിലും ഡിവൈഡ് ചെയ്യോ മൾട്ടിപ്ലൈ ചെയ്യോ ചെയ്താൽ അത് മറു സൈഡിലും ചെയ്തു കഴിഞ്ഞാൽ ആ ഈക്വൽ സൈനിന് വ്യത്യാസമൊന്നും വരില്ല. ഇവിടെ 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ ഇവിടെയും 2 വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പൊ 68/2 നമുക്ക് എത്ര കിട്ടും? 34. 60ന്റെ പകുതി 30, 8ന്റെ പകുതി 4. 34 ഓപ്ഷനിലുണ്ടോ? ഓപ്ഷൻ സി 34 നമുക്ക് ഈസി ആയിട്ട് ആൻസർ ആണെന്ന് കാണാനായിട്ട് പറ്റും. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ കറക്റ്റ് ആൻസർ ആണോ എന്നുള്ളത്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റെപ്പുകളും നിങ്ങൾക്ക് ഇവിടെ കാണാം. നമ്മുടെ പ്ലാറ്റ്ഫോമിന്റെ ഒരു പ്രത്യേകതയുമാണ്, ഈസി മെത്തേഡ്സ് മാത്രമല്ല, നിങ്ങൾക്ക് ഏത് ചോദ്യം എടുത്താലും AIMJRFന്റെ ടെസ്റ്റ് സീരീസിൽ ഈ രീതിയിൽ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ അടക്കം കാണാനായിട്ട് സാധിക്കും. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ റിക്വയർഡ് ആവറേജ് 34 ആണെന്ന് നമുക്ക് കാണാം. കറക്റ്റ് ഉത്തരം ഓപ്ഷൻ സി ആണ്. മറ്റൊരു ചോദ്യവുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഇത് പ്രയോജനപ്പെടുന്ന ഒരാളിലേക്കെങ്കിലും ഈ വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.